അനന്തമായ ആകാശത്തേക്ക് നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ എന്നും ഉദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ? ദശകങ്ങളായി ഈ ചോദ്യം ഒരു ശാസ്ത്രീയ കൗതുകം എന്നതിനേക്കാൾ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെയും ഭാവനകളുടെയും ഒരു വലിയ ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചിട്ടുണ്ടോ എന്നും ഭരണകൂടങ്ങൾ ഇക്കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വെക്കുകയാണോ എന്നുമുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ പുതിയൊരു ഗൗരവം കൈവന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UFO അഥവാ തിരിച്ചറിയപ്പെടാത്ത പറക്കും തളികകളെക്കുറിച്ചുള്ള രഹസ്യരേഖകൾ പരസ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ അന്യഗ്രഹ ജീവികളെ സംബന്ധിച്ച മിത്തുകളും ശാസ്ത്രീയ വസ്തുതകളും വീണ്ടും ലോകശ്രദ്ധയിലേക്ക് വരികയാണ്. ഈ വിഷയത്തിലുള്ള പൊതുജനങ്ങളുടെ താൽപ്പര്യം കണക്കിലെടുത്ത് അന്യഗ്രഹ ജീവൻ, തിരിച്ചറിയപ്പെടാത്ത ആകാശ പ്രതിഭാസങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സർക്കാർ ഫയലുകൾ കണ്ടെത്താനും അവ പുറത്തുവിടാനുമുള്ള നടപടികൾ ആരംഭിക്കാൻ താൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിനിടെ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വിവാദമായതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നീക്കം. ഒബാമ രഹസ്യവിവരങ്ങൾ പുറത്തുവിട്ടുവെന്നും അത് അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കിയെന്നും ആരോപിച്ച് ട്രംപ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നതിലൂടെ സത്യം ജനങ്ങൾക്ക് മുന്നിലെത്തുമെന്ന് അവകാശപ്പെടുന്നു. ശാസ്ത്രവും സങ്കല്പവും ഇഴചേർന്ന് കിടക്കുന്ന അന്യഗ്രഹ ജീവികളുടെ ഈ വിചിത്ര ലോകത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത്. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒന്ന് നമ്മുടെ പുരാതന നാഗരികതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. ഈജിപ്തിലെ ഗിസയിലെ മഹാപിരമിഡുകൾ, പെറുവിലെ നാസ്ക ലൈനുകൾ, ഇംഗ്ലണ്ടിലെ സ്റ്റോൺഹെഞ്ച് എന്നിവ മനുഷ്യർക്ക് മാത്രം നിർമ്മിക്കാൻ കഴിയുന്നതിലപ്പുറമാണെന്നും ഇവയുടെ പിന്നിൽ അന്യഗ്രഹ ജീവികളുടെ സഹായമുണ്ടെന്നുമാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. 1968 സ്വിസ് എഴുത്തുകാരനായ ഐറിഷ് വോൺ ഡാനിക് തൻ്റെ ചാരിയറ്റ്സ് ഓഫ് ദി ഗോഡ്സ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ചിന്താഗതിക്ക് വലിയ പ്രചാരം നൽകിയത്. പുരാതന ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ള ദൈവങ്ങൾ യഥാർത്ഥത്തിൽ അന്യഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലെത്തിയ സന്ദർശകരാണെന്ന് അദ്ദേഹം വാദിച്ചു. എന്നിരുന്നാലും പുരാവസ്തു ഗവേഷകർ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പുരാതന മനുഷ്യരുടെ അസാമാന്യമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെയും കഠിനാധ്വാനത്തെയും കുറച്ച് കാണുന്നതാണ് ഇത്തരം സിദ്ധാന്തങ്ങളെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. വിശദമായ ആസൂത്രണം, സംഘടിതമായ തൊഴിൽ രീതികൾ, അക്കാലത്ത് ലഭ്യമായിരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവ ഉപയോഗിച്ച് തന്നെയാണ് പിരമിഡുകൾ പോലെയുള്ള അത്ഭുതങ്ങൾ നിർമ്മിക്കപ്പെട്ടതെന്ന് അത് തെളിവുകൾ സഹിതം ശാസ്ത്രലോകം സമർത്ഥിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിവൈഭവത്തെ അന്യഗ്രഹ ജീവികൾക്ക് അടിയറവ് വെക്കുന്ന ഇത്തരം സിദ്ധാന്തങ്ങൾ ശാസ്ത്രീയ അടിത്തറയില്ലാത്തവയാണെന്ന് ഭൂരിഭാഗം ചരിത്രകാരന്മാരും കരുതുന്നു. അന്യഗ്രഹ സിദ്ധാന്തങ്ങളിലെ ഏറ്റവും വിചിത്രമായ ഒന്നാണ് റെപ്റ്റീലിയൻ അഥവാ ഉരകവർഗക്കാരായ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ഗൂഢാലോചന. ബ്രിട്ടീഷ് ഗൂഢാലോചന സിദ്ധാന്തകരായ ഡേവിഡ് ഐക്ക് പ്രചരിപ്പിച്ച ഈ സിദ്ധാന്തമനുസരിച്ച് രൂപം മാറാൻ കഴിയുന്ന ഉരകവർഗക്കാർ മനുഷ്യവേഷത്തിൽ ലോകത്തിലെ പ്രധാന ഭരണകൂടങ്ങളിലും അധികാര കേന്ദ്രങ്ങളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ലോകത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും രാജഭരണ കുടുംബാംഗങ്ങളും ഇത്തരത്തിൽ അന്യഗ്രഹ ജീവികളാണെന്നാണ് ഈ വിഭാഗം വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിനെ പിന്തുണയ്ക്കുന്ന യാതൊരുവിധ ശാസ്ത്രീയ തെളിവുകളും നിലവിലില്ല. അധികാര ആധിപത്യത്തോടുള്ള മനുഷ്യന്റെ ഭയവും അവിശ്വാസവുമാണ് ഇത്തരം വിചിത്രമായ കഥകൾ രൂപപ്പെടാൻ കാരണമാകുന്നതെന്ന് മനഃശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചർച്ചകളിൽ 1947 റോസ്വെൽ സംഭവം ഒഴിവാക്കാനാകാത്തതാണ്. ന്യൂ മെക്സിക്കോയിലെ മരുഭൂമിയിൽ ഒരു അന്യഗ്രഹ പേടകം തകർന്നു വീണുവെന്നും അമേരിക്കൻ സൈന്യം അത് രഹസ്യമായി നീക്കം ചെയ്തുവെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. മരിച്ച അന്യഗ്രഹ ജീവികളുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയെന്നും അത് സർക്കാർ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണെന്നും ഗൂഢാലോചന സിദ്ധാന്തകർ വാദിക്കുന്നു. എന്നാൽ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ആണവ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ബലൂണുകളിൽ ഒന്നാണ് തകർന്നു വീണതെന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. അതുപോലെ തന്നെ നിഗൂഢതകൾ നിറഞ്ഞ ഒരിടമാണ് നൊവാഡയിലെ ഏരിയ 51 എന്ന സൈനിക താവളം. പതിറ്റാണ്ടുകളായി ഇവിടെ അന്യഗ്രഹ പേടകങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ നിരവധിയാണ്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വിമാനങ്ങളുടെ നിർമ്മാണവും പരിശോധനയുമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രദേശത്തെ കടുത്ത നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ സംശയം വർദ്ധിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. തങ്ങളെ അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയെന്നും തങ്ങളുടെ ശരീരത്തിൽ വിചിത്രമായ വൈദ്യ പരിശോധനകൾ നടത്തിയെന്നും അവകാശപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇത്തരം അനുഭവങ്ങൾ വിവരിക്കുന്നവർ പലപ്പോഴും ഭയപ്പെടുത്തുന്ന കഥകളാണ് പങ്കുവയ്ക്കാറുള്ളത്. എന്നാൽ ശാസ്ത്രലോകം ഇതിനെ സ്ലീപ്പ് പാരാലിസിസ് അഥവാ ഉറക്കത്തിലെ തളർച്ച എന്ന അവസ്ഥയുമായാണ് ബന്ധപ്പെടുത്തുന്നത്. ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരവസ്ഥയിൽ ശരീരം ചലിപ്പിക്കാൻ കഴിയാതെ വരികയും അതോടൊപ്പം ഭ്രമാത്മകമായ കാഴ്ചകൾ കാണുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണിത്. ഇത്തരം സമയങ്ങളിൽ അനുഭവപ്പെടുന്ന കടുത്ത ഭയം ആളുകളെ അന്യഗ്രഹ ജീവികളെ കണ്ടു എന്ന് വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് ഗവേഷകർ പറയുന്നു.
മറ്റൊരു പ്രധാന സിദ്ധാന്തം മനുഷ്യൻ പരിണാമത്തിലൂടെ ഉണ്ടായതല്ലെന്നും മറിച്ച് അന്യഗ്രഹ ജീവികൾ നടത്തിയ ജനിതക പരീക്ഷണങ്ങളുടെ ഫലമാണെന്നുമാണ്. മെസപ്പൊട്ടോമിയൻ പുരാണങ്ങളിൽ പറയുന്ന അനുനാക്കി എന്ന അമാനുഷിക ജീവികളെയാണ് ഇതിന് തെളിവായി ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ജീവശാസ്ത്രപരമായ തെളിവുകൾ ഇതിനെ പൂർണ്ണമായും നിരാകരിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളായി നടന്ന പരിണാമ പ്രക്രിയയിലൂടെയാണ് മനുഷ്യൻ ഇന്നത്തെ അവസ്ഥയിൽ എത്തിയതെന്ന് ഫോസിൽ പഠനങ്ങളും ജനിതക ഗവേഷണങ്ങളും കൃത്യമായി തെളിയിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് അന്യഗ്രഹ ജീവികളോടുള്ള താല്പര്യം എന്നും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. UFO കണ്ടതായി ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്ത ഏക പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ. 1969 ജോർജിയയിൽ വെച്ച് താൻ ഒരു നിഗൂഢ വസ്തുവിനെ കണ്ടുവെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. റൊണാൾഡ് റീഗനും സമാനമായ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ലോകത്തിലെ രാജ്യങ്ങൾക്കിടയിലുള്ള വിഭജനങ്ങൾ മാറാൻ ഒരു അന്യഗ്രഹ ജീവി ആക്രമണം ഉണ്ടായാൽ നന്നായിരിക്കുമെന്ന് അദ്ദേഹം ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചിരുന്നു. ബിൽ ക്ലിന്റനും തന്റെ ഭരണകാലത്ത് ഏരിയ 51-നെക്കുറിച്ചും റോസ്വെൽ സംഭവത്തെക്കുറിച്ചും അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരുന്നു. അടുത്തിടെ ബരാക് ഒബാമ നടത്തിയ പരാമർശങ്ങൾ ഈ ചർച്ചകൾക്ക് വീണ്ടും ചൂടുപിടിപ്പിച്ചു. പ്രപഞ്ചത്തിന്റെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ തന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന കാലയളവിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയുമായി ബന്ധപ്പെട്ടതിന് യാതൊരു തെളിവും കണ്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2024 പെന്റഗൺ പുറത്തുവിട്ട റിപ്പോർട്ടിലും അന്യഗ്രഹ ജീവൻ കണ്ടെത്തിയതിന് തെളിവില്ലെന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ വിദൂര കോണുകളിൽ നിന്ന് റേഡിയോ സന്ദേശങ്ങൾക്കായി കാതോർക്കുന്ന സെറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ പതിറ്റാണ്ടുകളായി ശ്രമം തുടരുന്നുണ്ടെങ്കിലും ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ട ഒരു സന്ദേശവും ലഭിച്ചിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നത്? ഒരുപക്ഷെ ഈ അനന്തമായ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചല്ല എന്നറിയാനുള്ള ആഗ്രഹമാകാം ഇതിന് പിന്നിൽ. അതല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ഒരു അമാനുഷിക ശക്തി പുറത്തുണ്ടെന്ന വിശ്വാസമാകാം. ശാസ്ത്രം തെളിവുകളിൽ വിശ്വസിക്കുന്നു, എന്നാൽ വിശ്വാസം അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ട്രംപ് പുറത്തുവിടാൻ പോകുന്ന ഫയലുകളിൽ വിപ്ലവകരമായ എന്തെങ്കിലും ഉണ്ടോ, അതോ അത് വെറും സാങ്കേതിക വിവരങ്ങൾ മാത്രമായിരിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ ആകാശത്തിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ നമുക്കായി ഒരു കൂട്ടാളിയുണ്ടോ എന്ന ചോദ്യം പ്രസക്തമായി തന്നെ തുടരുകയും ചെയ്യും. ഈ രഹസ്യങ്ങളുടെ ചുരുളഴിയാൻ ശാസ്ത്രീയമായ അന്വേഷണങ്ങളും ഭരണകൂടങ്ങളുടെ സുതാര്യതയും ഒരുപോലെ അനിവാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.